മലയാളികൾ ഇന്നും ടെലിവിഷനിൽ കാണുമ്പോൾ കൗതുകത്തോടെ കണ്ടിരിക്കുന്നൊരു സിനിമയാണ് ആകാശഗംഗ. 1999 ജനുവരി 26 വിനയൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിൻ്റെ സംവിധാനം മാത്രമല്ല, നിർമ്മാണവും വിനയൻ തന്നെയാണ് നിർവഹിച്ചത്. ആകാശഗംഗ റിലീസ് ചെയ്തിട്ട് 25 വർഷം തികയാനിരിക്കെ വിനയൻ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ആകാശഗംഗ റിലീസായിട്ട് ഇന്ന് 25 വർഷം തികയുന്നു. വെള്ള സാരി ഉടുത്ത ഏഴിലം പാലയിലെ യക്ഷിക്കഥയുടെ കാലം കഴിഞ്ഞു എന്നെന്നോട് നിരവധി നിർമ്മാതാക്കൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ കഥ ജനം സ്വീകരിക്കും എന്ന വിശ്വാസം തോന്നിയിരുന്നു. കഥ കേട്ട പലരും എന്നോട് മുഖം തിരിച്ചപ്പോൾ ഒടുവിൽ സ്വയം നിർമ്മാതാവിൻ്റെ കൂടി മേലങ്കി അണിയുവാൻ ഞാൻ തീരുമാനിച്ചു. പ്രതികാര ദുർഗയായ യക്ഷിക്കും അവളെ തളയ്ക്കുന്ന മേപ്പാടൻ എന്ന രാജൻ പി ദേവ് ചെയ്ത കഥാപാത്രത്തിനുമായിരുന്നു സിനിമയിൽ പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെ അന്ന് പ്രശസ്തനായിരുന്ന യുവനടനും ആകാശഗംഗയിൽ നിന്ന് പിന്മാറി. അപ്പോഴും ഈ യക്ഷിയമ്മ എന്നെ രക്ഷിക്കും എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞിരുന്നു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ ഞങ്ങളുടെ കുടുംബമായ കോയിപ്പുറത്ത് കാവിലെ കന്യാകോണിൽ നിന്നിരുന്ന ഏഴിലം പാലയുടെ പ്രണയാദ്രതയും പ്രതികാരദാഹിയുമായ യക്ഷിയുടെ കഥ അമ്മ പലപ്പോഴും പറയുമായിരുന്നു. ആ കഥ തന്നെ ആയിരുന്നു ആകാശഗംഗയുടെ ത്രെഡ്. ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ പലപ്പോഴും വലിയ റിസ്ക് എടുക്കേണ്ടി വരും. ആകാശഗംഗയുടെ കാര്യത്തിൽ ഞാൻ അതെടുത്തു. വീട് വയ്ക്കാൻ അനുവദിച്ച ലോൺ പോലും എടുത്ത് ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാര്യം ഞാൻ പല ഇൻ്റർവ്യൂകളിലും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. നായകനായി പുതുമുഖം റിയാസിനെ ആ യുവനടന് പകരം കാസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ എന്നെ അന്ന് ഞാൻ കണ്ടിരുന്ന സ്വപ്നം പോലെ തന്നെ യക്ഷി സഹായിച്ചു. ആകാശഗംഗ സൂപ്പർ ഹിറ്റായെന്ന് മാത്രമല്ല, സംവിധായകനപ്പുറം നിർമ്മാതാവെന്ന നിലയിൽ എനിക്ക് വലിയ ലാഭവും നേടിത്തന്നു. ആകാശഗംഗ റിലീസായ 1999 വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പ്രണയനിലാവും ഇൻഡിപെൻഡൻസും റിലീസ് ചെയ്തിരുന്നു. എല്ലാം വിജയ ചിത്രങ്ങളായിരുന്നു. അതിനടുത്ത വർഷങ്ങളായിരുന്നു കരുമാടിക്കുട്ടനും ദാദാസാഹിബും രാക്ഷസ രാജാവുമൊക്കെ. പിന്നീടങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 44 ചിത്രങ്ങൾ. ഒടുവിൽ റിലീസായ 19ാം നൂറ്റാണ്ട് വരെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ എടുത്ത ചില ശക്തമായ നിലപാടുകളുടെ പേരിൽ എനിക്ക് കുറേ വർഷങ്ങൾ നഷ്ടമായെങ്കിലും പറയാനുള്ളത് ഏത് ദിവ്യൻ്റെയും മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് ഞാൻ പറഞ്ഞതായിരുന്നു സത്യമെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏറ്റുമുട്ടിയത് മഹാമേരുക്കളോടായിരുന്നല്ലോ. എൻ്റെ മനസാക്ഷിക്ക് നേരെന്ന് തോന്നുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ലഹരി എനിക്കേറെ ഇഷ്ടമാണ്. അതിനിയും തുടരും. ഇതുവരെ എന്നെ സഹിച്ച, സപ്പോർട്ട് ചെയ്ത, കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കട്ടെ. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളുമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇനിയും അത്തരം സിനിമകളുമായി വരാനാണ് ശ്രമിക്കുന്നതും. അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. ഏവർക്കും നന്ദി എന്നാണ് വിനയൻ കുറിച്ചത്.